ഹായ് വെൽക്കം ടു ആൾ. അപ്പം ഇന്ന് നമ്മളിവിടെ ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് CMA പാർട്ട് 1 ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത് നോക്കാം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആർ ദ റെക്കോർഡ്സ് ദാറ്റ് ഷോ ദ കമ്പനീസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ. ഒരു കമ്പനിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്താണ്, ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കാണിക്കുന്ന ഫൈനാൻഷ്യൽ റെക്കോർഡ്സ്, അതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. മെയിനായിട്ട് 3 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അതിലൊന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഒന്ന് ബാലൻസ് ഷീറ്റ്, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. അത് ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പനിയുടെ ടോട്ടൽ വരുമാനം എത്രയാണ്, ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്, ഇത് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റ് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എത്രയാണ്, ടോട്ടൽ ലയബിലിറ്റി എത്രയാണ്, അസറ്റ് തന്നെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് എത്രയാണ്, ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എത്രയാണ്, അതുപോലെ തന്നെ ലോങ് ടേം അസറ്റും ലോങ് ടേം ലയബിലിറ്റി, ഇത് കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ കമ്പനിയുടെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയാണ്. ക്യാഷ് ഇൻഫ്ലോ ഫോർ എക്സാമ്പിൾ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ $100,000, ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ $80,000 ആണെങ്കിൽ $20,000 ആണ് കമ്പനിന്റെ നെറ്റ് ക്യാഷ് ഫ്ലോ. അപ്പൊ ഇതുപോലെ തന്നെ കമ്പനിന്റെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയാണ്, ഇത് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ഇതിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അടുത്തൊരു ഫീച്ചറാണ്. ഇത് US GAAP അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതില് ഒന്ന് US GAAP, IFRS, ഇതാണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന 2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോർമലി പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് സൗണ്ട് ഡിസിഷൻ മേക്കിംഗ്. ട്രാൻസ്പെറന്റ് ആണ്, മീൻ ഇറ്റ്സ് ഈച്ച് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഷുഡ് ഹാവ് പ്രോപ്പർ റെക്കോർഡ്, ഓതറൈസ്ഡ് റെക്കോർഡ് ടു ബി കെപ്റ്റ്. അതുപോലെ തന്നെ ഓരോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന്റെ ഓരോ ട്രാൻസാക്ഷനും കൃത്യമായിട്ടുള്ള റെക്കോർഡ് എന്താണ്, കൃത്യമായിട്ടുള്ള ഓതറൈസേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്പെറന്റ് ആണ്. അത് തന്നെ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ട് ചെയ്യുന്നു. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പനിന്റെ ഒഫീഷ്യൽ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ആണ്. അപ്പൊ അത് കമ്പനിന്റെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അല്ലെങ്കിൽ ഫൈനാൻസിങ്, അല്ലെങ്കിൽ ഈവൻ ഓപ്പറേഷൻ ഡിസിഷൻ, ഇറ്റ് സപ്പോർട്ട് ചെയ്യുന്നു. ആ സൗണ്ട് ഡിസിഷൻ മേക്കിങ്ങിനെ അത് സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി, കമ്പനിന്റെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്. അപ്പൊ അതിന്റെ മറ്റൊരു പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കമ്പനിന്റെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്, ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കാണിക്കുക. അപ്പൊ അതിലുണ്ടാവുക മെയിൻ എലമെന്റ് കമ്പനിന്റെ ടോട്ടൽ റവന്യൂ എത്രയാണെന്നുള്ളതും ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളതും. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ്, അതായിരിക്കും കമ്പനിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഷോസ് പ്രോഫിറ്റബിലിറ്റി, കമ്പനിന്റെ പ്രോഫിറ്റബിലിറ്റി ആണ് കാണിക്കുന്നത്. കമ്പനി ഫോർ എക്സാമ്പിൾ കമ്പനി ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണല്ലോ, ഇത് നമുക്ക് പെർസെൻറ്റേജ് കാണാൻ പറ്റും. ടോട്ടൽ സെയിൽസിന്റെ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കമ്പനിന്റെ സെയിൽസ് ഒരു $100,000 ആണ്, നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 10,000 ആണെങ്കിൽ 10%, 10,000 ഡിവൈഡഡ് ബൈ 100,000, അതാണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി മീൻ ഓരോ സെയിൽസിനും, ഓരോ ഡോളർ സെയിൽസിനും എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, അതാണ് പ്രോഫിറ്റബിലിറ്റി. അതുപോലെ തന്നെ ഇത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. മെയിൻ ആയിട്ട് കമ്പനിന്റെ ടോട്ടൽ റവന്യൂ എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഒരു പീരിയഡ് ഓഫ് ടൈമിലാണ് ഇത് കാണിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു മാസത്തേക്ക്, അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിലേക്ക്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്, ടോട്ടൽ റവന്യൂ എത്രയാണ്, അപ്പൊ ആ ഒരു പീരിയഡിന്റെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന എലമെന്റ്സ് ആണ്. ഫസ്റ്റ് ഒന്ന് റവന്യൂവിൽ മെയിൻ ആയിട്ട് വരുന്നത് കമ്പനിന്റെ സെയിൽസ് ആണ്. സെയിൽസിലൂടെയാണ് കമ്പനി റവന്യൂ ജനറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റവന്യൂസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും അസറ്റ് സെയിൽ ചെയ്ത് കിട്ടിയ റവന്യൂ, അതുപോലെ തന്നെ കമ്പനിന്റെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റവന്യൂവും കൂടെ ഇതിൽ വരും. അടുത്തൊരു കാറ്റഗറി എക്സ്പെൻസ് ആണ് ഇതിൽ വരിക. എക്സ്പെൻസ് പറഞ്ഞാൽ എല്ലാ കോസ്റ്റ് റിലേറ്റഡ് ടു ജനറേറ്റിംഗ് റവന്യൂ. നമ്മൾ റവന്യൂ ടോപ്പ് ലൈൻ ആയിട്ട് കാണിച്ചു. ആ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെയ്യാൻ ചെലവായിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും അതിൽ വരും.
ഇപ്പോൾ കുറച്ച് എക്സാമ്പിളാണ് റെന്റ് എക്സ്പെൻസ്, വേജ്, ഡിപ്രിസിയേഷൻ, സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. റെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫീസോ വെയർ ഹൗസോ ഫാക്ടറി എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റെന്റ് ഒരു എക്സ്പെൻസ് ആണ്. വേജസ് നമ്മൾ എംപ്ലോയീസിന്റെ വേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. ഡിപ്രിസിയേഷൻ അതുപോലെ തന്നെ കമ്പനിന്റെ തേയ്മാനങ്ങൾ ഉണ്ടാവും, അസറ്റിന്റെ തേയ്മാനം ഡിപ്രിസിയേഷൻ ആയിട്ട് കാണിക്കും, അത് കമ്പനിന്റെ എക്സ്പെൻസ് ആണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്, ചിലപ്പോൾ അഡ്വർടൈസിങ് അല്ല ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് അതുപോലത്തെ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാത്തിനും കാണിക്കും. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, കമ്പനിന്റെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ ഉണ്ടാവും, അവരുടെ എക്സ്പെൻസ്. ഇതുപോലെ എല്ലാ എക്സ്പെൻസും കവർ ചെയ്തിട്ടുള്ള ബാലൻസ് ഉള്ളതാണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിലെ തേർഡ് പാർട്ടാണ് നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ ഈ ഓൾ റവന്യൂ, കംപ്ലീറ്റ് റവന്യൂ, സെയിൽസ് ഓർ അതർ റവന്യൂ, എല്ലാ റവന്യൂ മൈനസ് ഓൾ എക്സ്പെൻസസ്, അതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് ഒരു പീരിയഡ് ഓഫ് ടൈമിലാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി അല്ലെങ്കിൽ മന്ത്ലി, ഈവൻ വീക്ക്ലി ഷുഡ് ബി എ പീരിയഡ് ഓഫ് ടൈം ഫ്രം എ പർട്ടിക്കുലർ ഡേറ്റ് ടു ദിസ് പർട്ടിക്കുലർ ഡേറ്റ്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ കാര്യങ്ങൾ. ഇത് നമ്മളൊരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു എക്സാമ്പിൾ ആണത്, ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇതിൽ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് സെയിൽസ് റവന്യൂ, നമ്മളെ റവന്യൂ എത്രയാണെന്നുള്ളത് കാണിച്ചു. ഇവിടെ 1.2 മില്യൺ ആണ് റവന്യൂ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെയിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പം അതിൽ 75,000 ആണുള്ളത്. അപ്പം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 450,000, ഇതാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ്. ഇതിൽ ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ കുറക്കും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഫസ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസ്, അതുപോലെ തന്നെ അഡ്മിൻ എക്സ്പെൻസ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിന് കുറക്കും. ഇപ്പം ഇതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വന്നാൽ സെല്ലിംഗ് എക്സ്പെൻസും അഡ്മിൻ എക്സ്പെൻസും ആണ്. ഇതിലെ ടോട്ടൽ അഡ്മിൻ എക്സ്പെൻസ് 120,000 ആണ്. അപ്പോൾ ഈ 450,000 എന്ന് ഈ 120,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് ഇൻകം. ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടുള്ളത് ബാക്കിയാണ് ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ അത് എന്ത് ചെയ്യും, നമ്മൾ അതർ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസും കൂടെ ഡിഡക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ഇൻകം ബിഫോർ ടാക്സ് കിട്ടി. അത് നമ്മൾ എന്ത് ഇൻകം ടാക്സ് ഡിഡക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻകം കിട്ടി. ഇതൊരു സിമ്പിൾ ഫോർമാറ്റ് ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ് ഇത്. ഇപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ ഇൻഡസ്ട്രിക്കും എല്ലാം ഡിഫറെന്റ് കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് ഐറ്റം എല്ലാം വേറെ വരും. അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടൊരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു എക്സാമ്പിൾ എന്നുള്ളതിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ്, അപ്പോൾ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്ത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്താണ്, എങ്ങനെയാണ് ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്ട്രക്ചർ, നമ്മളൊരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എക്സാമ്പിളും കാണിച്ചു. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ കമ്പനിന്റെ ഫൈനാൻഷ്യൽ പൊസിഷന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഒരു പീരിയഡ് ഓഫ് ടൈമിലാണ് ഇവിടെ കാണിക്കുക, ഒരു പീരിയഡ് ഓഫ് ടൈം ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ കമ്പനിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളതാണ് ബാലൻസ് ഷീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓരോ സെഷന് ഫസ്റ്റ് അസറ്റ് എന്നുള്ളൊരു പാർട്ട് ഉണ്ടാവും. അതിൽ അസറ്റിൽ കറണ്ട് അസറ്റ്, ലോങ് ടേം അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു വർഷത്തിന്റെ ഉള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സുകളാണ് കറണ്ട് അസറ്റ്സ്. ലോങ് ടേം അസറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പർപ്പസ് ഒരു വർഷത്തിൽ കൂടുതൽ അതിന് ബെനിഫിറ്റ് കിട്ടുന്ന അസറ്റ്സുകളാണ് ലോങ് ടേം അസറ്റ്സ്. അപ്പൊ അസറ്റ് അതിൽ വരും. അതുപോലെ തന്നെ ലാബിലിറ്റീസും ഇതുപോലെ തന്നെ കറണ്ട് ലാബിലിറ്റി ആൻഡ് ലോങ് ടേം ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റിയിൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ലാബിലിറ്റീസ് ആണ് കറണ്ട് ലാബിലിറ്റീസ്. ലോങ് ടേം ലാബിലിറ്റീസ് ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് സമയമുണ്ട് അത് സെറ്റിൽ ചെയ്യാൻ, അതുപോലത്തെ ലാബിലിറ്റീസ് ആണ് ലോങ് ടേം ലാബിലിറ്റീസ്. ലോങ് ടേം ബാങ്ക് ലോൺ ഒക്കെ ലോങ് ടേം ലാബിലിറ്റീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഓണേഴ്സിന്റെ പാർട്ടാണ് ഇക്വിറ്റി. ഇക്വിറ്റിയിൽ കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ ഉണ്ടാവും, അതായത് ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ ഉണ്ടാവും. അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവും. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുമ്പോൾ കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗമാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് വരിക. ടോട്ടൽ അസറ്റ്സ് വരും, ടോട്ടൽ ലാബിലിറ്റി, ടോട്ടൽ ഇക്വിറ്റി. ഓക്കെ, ഇതിലിപ്പോൾ ടോട്ടൽ അസറ്റ്, ഒരു കമ്പനിന്റെ ടോട്ടൽ അസറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഈ ടോട്ടൽ അസറ്റ് എന്നുള്ളത് എപ്പോഴും
എനി പോയിന്റ് ഓഫ് ടൈമിലും ടോട്ടൽ ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ഇതിന് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഈ കമ്പനിന്റെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് കമ്പനിന്റെ ഫൈനാൻഷ്യൽ പൊസിഷനാണ്. അത് ടോട്ടൽ കമ്പനിയിൽ എത്ര അസറ്റ്സ് ഉണ്ട്, ടോട്ടൽ എത്ര ലാബിലിറ്റീസ് ഉണ്ട്, ടോട്ടൽ ഇക്വിറ്റി എത്ര ഉണ്ട് എന്നുള്ളൊരു ഫൈനാൻഷ്യൽ പൊസിഷനാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുക. അതുപോലെ തന്നെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഒരുപാട് ഷോർട്ട് ടൈം ഡ്യൂസ് ഉണ്ടാവും, ഷോർട്ട് ടൈം ലാബിലിറ്റീസ് ഉണ്ടാവും. ഈ ഷോർട്ട് ടൈം ലാബിലിറ്റീസ് കവർ ചെയ്യാനുള്ള ഷോർട്ട് ടൈം അസറ്റ് കമ്പനിയിൽ ഉണ്ടോ എന്നുള്ളതാണ് ലിക്വിഡിറ്റി. അപ്പൊ ആ ഒരു ലിക്വിഡിറ്റി പൊസിഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലീവറേജ് പൊസിഷൻ. ലീവറേജ് പൊസിഷൻ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ലോങ് ടേം ലാബിലിറ്റീസ് എത്രയാണ്, അതുപോലെ തന്നെ ലോങ് ടേം അസറ്റ്സ് എത്രയാണ്, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ലീവറേജ് പൊസിഷൻ. അതുപോലെ തന്നെ ഈ ലിവറേജും കൂടെ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ലിവറേജിൽ വരുന്നതാണ് ടോട്ടൽ ലാബിലിറ്റീസ് എത്രയാണ്, ടോട്ടൽ ഓണേഴ്സ് ഇക്വിറ്റി എത്രയാണ്. അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ആണ് നോക്കുക. അതുപോലെ തന്നെ ഡെപ്റ്റ് പൊസിഷൻ, കമ്പനിയിൽ എത്ര ടോട്ടൽ ഡെപ്റ്റ് ഉണ്ട് എന്നുള്ളതും നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതൊരു ബാലൻസ് ഷീറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതിൽ ടോട്ടൽ കറണ്ട് അസറ്റ്സ് ഒന്നുണ്ട്. കറണ്ട് അസറ്റ്സിൽ ക്യാഷ്, അക്കൗണ്ട് റിസീവബിൾ, ഇൻവെന്ററി, ഇതാണ് ഇപ്പോൾ നമ്മളെ ടോട്ടൽ കറണ്ട് അസറ്റ്സ്. അപ്പോൾ നമ്മൾ ടോട്ടൽ $350,000 ആണ് ടോട്ടൽ കറണ്ട് അസറ്റ്സ് എടുത്തിട്ടുള്ളത്. അതുപോലെ നോൺ കറണ്ട് അസറ്റ്സ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നമ്മൾ ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സ് $110,000. അപ്പോൾ ഇതിന്റെ ഈ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് വരുന്നത് ടോട്ടൽ കറണ്ട് അസറ്റ്സ് പ്ലസ് ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സ്, അതിൽ $460,000 ആണ്. ഇനി നമ്മൾ ലാബിലിറ്റീസിൽ വരുമ്പോൾ കറണ്ട് ലാബിലിറ്റീസ് അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടമായിട്ട് പർച്ചേസ് ചെയ്തതാണ് അക്കൗണ്ട് പേയബിൾ പ്ലസ് ഷോർട്ട് ടേം ലോൺസ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് ടോട്ടൽ കറണ്ട് ലാബിലിറ്റീസ്. ഇതിൽ ലോങ് ടേം ലാബിലിറ്റി, ലോങ് ടേം ഡെപ്റ്റ് 100,000 ഉണ്ട്. അപ്പൊ ടോട്ടൽ ലാബിലിറ്റി കറണ്ട് ലാബിലിറ്റീസ് പ്ലസ് ലോങ് ടേം ലാബിലിറ്റീസോടെ $160,000 ആണ് ടോട്ടൽ ലാബിലിറ്റീസ് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ ഇക്വിറ്റി പാർട്ട്, ഓണേഴ്സ് ഇക്വിറ്റി ഒരു $300,000 ഉണ്ട്. അപ്പൊ ഇതിൽ ടോട്ടൽ ലാബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി വരുന്നത് ടോട്ടൽ ലാബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി ആണ്, അത് $460,000. അപ്പൊ എനി സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിലും ടോട്ടൽ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എന്നുള്ളത് ടോട്ടൽ ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റീസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ നമ്മൾ പറഞ്ഞു കമ്പനിന്റെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്. ഇത് കാണിക്കുന്നത് ലിക്വിഡിറ്റി ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലോങ് ടൈം ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഫ്ലോ കമ്പനിയിൽ ഉണ്ടോ എന്നുള്ളതാണ് ലിക്വിഡിറ്റി ഇതിൽ. അതുപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, എത്ര പെട്ടെന്നാണ് ക്യാഷ് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് സെയിൽസിൽ ക്രെഡിറ്റ് സെയിൽ ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് സെയിൽ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, അതാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. അതുപോലെ തന്നെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്, കമ്പനിയുടെ ടോട്ടൽ ഇൻഫ്ലോ ഓഫ് ക്യാഷ് എത്രയാണ്, ടോട്ടൽ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് എത്രയാണ്. അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ടോട്ടൽ ഇൻഫ്ലോ മൈനസ് ടോട്ടൽ ഔട്ട്ഫ്ലോ, അതാണ് ടോട്ടൽ കമ്പനിന്റെ നെറ്റ് ക്യാഷ് ഫ്ലോ. ഇതിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കമ്പനിയുടെ ആക്ടിവിറ്റീസ് ഇതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഒന്ന് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അടുത്തത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ 3 പാർട്ട് കാണാൻ സാധിക്കും. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റി. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസിന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്നുണ്ടാവും, ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണെന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്നുള്ളത് ഉണ്ടാവും, ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണെന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഫൈനാൻസിങ് ആക്ടിവിറ്റീസിലും ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും സമ്മറി ആയിരിക്കും നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു വരിക. അപ്പൊ നമ്മൾ ടോട്ടൽ 3 ആക്ടിവിറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഇതിൽ നമ്മൾ സമ്മറി ആയിട്ട് വരെ നെറ്റ് ക്യാഷ് ഫ്ലോ ആയിരിക്കും. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് പ്ലസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ടോട്ടൽ ക്യാഷ് ഫ്ലോ പ്ലസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലെ ടോട്ടൽ ക്യാഷ് ഫ്ലോ പ്ലസ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിലെ ടോട്ടൽ ക്യാഷ് ഫ്ലോ, ഇതിന്റെ ടോട്ടലാണ് നെറ്റ് ക്യാഷ് ഫ്ലോ. നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് നോക്കാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കമ്പനിന്റെ ഒരു
ബിസിനസിന്റെ കോർ ഓപ്പറേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ കമ്പനി സെയിൽ നടത്തി, അത് ഓപ്പറേറ്റിംഗ് ആണ്. പർച്ചേസ് നടത്തി, എംപ്ലോയീസിന് സാലറി കൊടുത്തു, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. കമ്പനിന്റെ ഡേ ടു ഡേ ഓപ്പറേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് മെയിൻലി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് അസറ്റ്. ഫോർ എക്സാമ്പിൾ കമ്പനി ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇത്ര ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ളത് ഇവിടെയാണ് കാണിക്കുക. അതുപോലെ തന്നെ ഒരു അസറ്റ് സെല്ല് ചെയ്ത് ഇത്ര ക്യാഷ് ജനറേറ്റ് ചെയ്തു എന്നുള്ളത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ്. ഈ ഒരു അസറ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ, അതായത് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് എല്ലാ ട്രാൻസാക്ഷനും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് കാണിക്കുക. അപ്പോൾ തന്നെ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഫൈനാൻസിങ്, കമ്പനി ബിസിനസ് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഇപ്പോൾ റൈസിങ് ഓഫ് ക്യാപിറ്റൽ, പുതിയ ക്യാപിറ്റൽ ഫണ്ട് റൈസ് ചെയ്തു, അത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ തന്നെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന കമ്പനിയിലെ കുറച്ച് ഷെയർസ് ഉണ്ടായിരുന്നു, ഷെയർ ഹോൾഡേഴ്സിന്. അവർ ആ ഷെയർ തിരിച്ചു വാങ്ങിയിട്ട് എന്ത് ചെയ്തു, അത് സെറ്റിൽ ചെയ്തു, അതും ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. കമ്പനിന്റെ കമ്പനി ഫൈനാൻസ് ചെയ്യാൻ ആ ആക്ടിവിറ്റീസിൽ റിലേറ്റഡ് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇത്. എത്ര പെട്ടെന്നാണ് സെയിലിന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോയിലാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര റവന്യൂ ഉള്ളതെന്ന് കാണിക്കും. ആ റവന്യൂ ചിലപ്പോൾ ക്യാഷ് ആയിരിക്കും, ക്രെഡിറ്റ് ആയിരിക്കും. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ 1 million സെയിൽ കാണിച്ചു, ഓൾ ക്രെഡിറ്റ് സെയിൽ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോയിൽ വരുമ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ക്യാഷ് ഇൻഫ്ലോ ഫ്രം ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്കാകെ 300,000 ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ 1 million സെയില് 300,000 നമ്മൾ ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതെന്താണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ 1 million സെയിൽ ജനറേറ്റ് ചെയ്തെങ്കിൽ കൂടെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ വന്നിട്ടുള്ളത് 300,000 ആണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ വിത്ത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേ ഹൗ ഫാസ്റ്റ് സെയിൽസ് ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു ക്യാഷ്, നമ്മൾ ജനറേറ്റ് ചെയ്ത സെയിൽസ് എത്ര പെട്ടെന്നാണ് അതിന്റെ കളക്ഷൻ നടക്കുന്നത്, എത്ര പെട്ടെന്നാണ് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മെഷർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോയിലാണ്. അപ്പൊ ഇതാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോന്റെ ഒരു എക്സാമ്പിൾ. ഇതൊരു ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്. അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത നമ്മൾ കമ്മിങ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നെറ്റ് ഇൻകം എത്ര എന്നുള്ളത് എടുത്തു, അത് ഇൻകം സ്റ്റേറ്റ്മെന്റ് നിന്ന് എടുക്കും. പിന്നെ നമ്മൾ ഈ നോൺ ക്യാഷ് എക്സ്പെൻസുകൾ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഡിപ്രിസിയേഷൻ എന്നുള്ള നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, അത് ഇതിൽ ആഡ് ചെയ്തു 10,000. പിന്നെ നമ്മളത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ എക്സാമ്പിൾ നമ്മൾ അക്കൗണ്ട് റിസീവബിൾ കൂടി എന്നാൽ നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് അത് ഡിഡക്ട് ചെയ്യണം. കാരണം അത്രയും ക്യാഷ് അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ് ഈ സെയിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഇൻവെന്ററി കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത്രയും ക്യാഷ് അവിടെ ടൈറ്റ് ആ സ്റ്റോക്കിൽ സ്റ്റക്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ഇൻക്രീസ് ഇൻ അക്കൗണ്ട് പേയബിൾ, പക്ഷെ അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞ ലാബിലിറ്റി ആണ്. ലാബിലിറ്റി കൂടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ആണ്, നമുക്ക് ക്രെഡിറ്റേഴ്സ് കൂടുതൽ ക്രെഡിറ്റ് തന്നു, അത് നമുക്ക് ക്യാഷ് ഇൻഫ്ലോന്റെ എഫക്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ക്യാഷ് ഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, നെറ്റ് ഇൻകത്തിൽ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്തു, അക്കൗണ്ട് റിസീവബിൾ ഇൻക്രീസ് ഇൻ അക്കൗണ്ട് റിസീവബിൾ നമ്മൾ ഡിഡക്ട് ചെയ്തു, ഇൻക്രീസ് ഇൻ ഇൻവെന്ററി നമ്മൾ ഡിഡക്ട് ചെയ്തു, ഇൻക്രീസ് ഇൻ അക്കൗണ്ട് പേയബിൾ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ നെറ്റ് ക്യാഷ് ഫ്ലോ അതാണ് 235,000. ഇതിൽ ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് 2 ആക്ടിവിറ്റിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്, ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു 40,000, പ്രൊസീഡ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്തു. അപ്പോൾ അതിന്റെ നെറ്റ് ക്യാഷ് ഫ്ലോ നമ്മൾ വന്നിട്ടുള്ളത് ഈ ക്യാഷ് ഔട്ട് ഫ്ലോ മൈനസ് ക്യാഷ് ഇൻഫ്ലോ, $30,000. അപ്പോൾ തന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്, നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് ഉള്ളത് റീപേ ചെയ്തു, അത് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. പിന്നെ നമ്മൾ ഓണേഴ്സ് ഒരു 50,000 കോൺട്രിബ്യൂട്ട് ചെയ്തു, അത് നമുക്കൊരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. അപ്പോൾ നമ്മളെ ടോട്ടൽ ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് വരുന്നത് 50,000 മൈനസ് 20,000 ആണ്. ഇതിൽ നമ്മൾ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ഇതിപ്പോൾ ടോട്ടൽ 235 മൈനസ് നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്, അത് മൈനസ് ചെയ്തു, പ്ലസ് 30,000 നമ്മൾ ആഡ് ചെയ്തു. അപ്പം നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് വന്ന് നമുക്ക് $235,000 ആണ്. ഇത് നമ്മളെ ബിഗിനിങ് ക്യാഷ് 50,000 ആണ് സപ്പോസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ എൻഡിങ് ക്യാഷ് ഫ്ലോ 285,000 ആയി.
അതായത് നമ്മളെ ബിഗിനിങ് ക്യാഷ് ഫ്ലോ പ്ലസ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതായിരിക്കും നമ്മളെ എൻഡിങ് ക്യാഷ് ബാലൻസ്. അപ്പൊ ഇതാണ് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമ്പിൾ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പാർട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പാർട്ട്, എന്തുകൊണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ഒന്ന്, ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മളെ കമ്പനിന്റെ ഒഫീഷ്യൽ റെക്കോർഡാണ്. ഇത് കമ്പനിന്റെ പെർഫോമൻസ്, ഫൈനാൻഷ്യൽ പൊസിഷൻ ഒക്കെ കാണിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയ ഡിസിഷൻ എടുക്കാൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്, കമ്പനിക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ബിൽഡ് ചെയ്യണം, അതായത് ഫണ്ട് റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്ന ഒരു റെക്കോർഡാണ് കമ്പനിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഫണ്ട് റൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൂളാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. പെർഫോമൻസ് അസസ്മെന്റ് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മളെ ഇപ്പോ ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ആയിട്ട് അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ബെഞ്ച് മാർക്കായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് നമ്മളെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇത് കമ്പയർ ചെയ്യാൻ പറ്റും. റെഗുലേറ്ററി കംപ്ലൈൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ കമ്പനി ഒരു ടാക്സ് ഫയൽ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഫൈനാൻഷ്യൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ കംപ്ലൈൻസ് ആണ്. ഇറ്റ്സ് എ ആസ് പെർ ലോ ഇറ്റ് ഈസ് എ കംപ്ലൈൻസ്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. റിസോഴ്സസ് അലോക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ കമ്പനിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനും ഇതൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിനുശേഷം അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഇപ്പൊ ഏത് സെക്ടറിലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ളത്, ഏത് സെക്ടറിലാണ് നമുക്ക് ഗ്രോത്ത് ഉള്ളത്, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പെർഫോമൻസ് മെഷർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഷെയർ ഹോൾഡേഴ്സ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ കമ്പനിന്റെ ഒഫീഷ്യൽ പെർഫോമൻസ് റെക്കോർഡാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നോർമലി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനുള്ള കമ്മ്യൂണിക്കേഷൻ ടൂള് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് ഒഫീഷ്യൽ ഫൈനാൻഷ്യൽ റെക്കോർഡാണ്. ഇത് ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പോൾ ട്രേഡിംഗ്, അതായത് ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഫൈനാൻഷ്യൽ റെക്കോർഡ് തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് ഓഡിറ്റർ ചെയ്തായിരിക്കും. സോ ഇറ്റ്സ് എ കമ്പനീസ് ഒഫീഷ്യൽ ഫൈനാൻഷ്യൽ റെക്കോർഡ്. ഇനി നമ്മൾ കമ്പനിന്റെ അതിന്റെ ലിമിറ്റേഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഹിസ്റ്റോറിക്കൽ നാച്ചർ ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ മാർക്കറ്റിൽ ചേഞ്ചസ് വരും, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരും. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യും ഇതിൽ റിഫ്ലക്റ്റ് ആവില്ല. ഹിസ്റ്റോറിക്കൽ നാച്ചർ ആണ്. ഇത് മുന്നേ ഇപ്പൊ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഒരുപാട് നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ട് കമ്പനിയിൽ വെരി റെലവെന്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതുപോലെ ഒരുപാട് നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ഈ നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഒന്നും ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഒരു സെഷനിൽ കവർ ആവുന്നില്ല. അതിൽ ഒൺലി ദ ഫൈനാൻഷ്യൽ പാർട്ട് മാത്രമേ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സബ്ജക്ടിവിറ്റി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, കമ്പനിയുടെ ഇപ്പോൾ ഇന്റർനാഷണലി ആയിട്ട് തന്നെ ഒരുപാട് അക്കൗണ്ടിങ് പോളിസീസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ അക്കൗണ്ടിങ് പോളിസീസ് കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ അക്കൗണ്ടിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇഗ്നോറിംഗ് മാർക്കറ്റ് വാല്യുവേഷൻ, ഇത് മാർക്കറ്റ് വാല്യുവേഷൻ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്തു 10 ഇയേഴ്സ് ബാക്ക്, 10 വർഷം മുന്നേ നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 1 lakh റുപ്പീസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. നമ്മൾ ഇന്ന് അതിന്റെ മാർക്കറ്റ് വാല്യൂ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 lakh അല്ലെങ്കിൽ 20 lakh ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു വാല്യുവേഷൻ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ചെയ്യുന്നില്ല. അടുത്തത് എബിലിറ്റി ടു മെഷർ ദ ഇൻടാഞ്ചിബിൾ, ഒരുപാട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ കമ്പനിന്റെ ഗുഡ് വില്ല്, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, ഇതൊന്നും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓവർ എംബസിസ് ഓൺ ഹിസ്റ്റോറിക്കൽ, നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഫോളോ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ന്യൂ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ ഈ ലിമിറ്റേഷൻസിനെ കവർ ചെയ്യാനുള്ള ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. നമ്മൾ ബാലൻസ്ഡ് സ്കോർ കാർഡ്, KPI, ഇതുപോലെ തന്നെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഡിസ്കഷനിൽ വരുന്നതാണ്. CMA USA സിലബസിൽ വരുന്നതാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്തെന്ന് വെച്ചാൽ ഒന്ന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതും, പിന്നെ ഇമ്പോർട്ടന്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതും, പിന്നെ എന്തുകൊണ്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ പാർട്ടിൽ കവർ ചെയ്തത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ.